ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ആദ്യ ലെഗിൽ PSG പരാജയപ്പെട്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം ലിവർപൂൾ ഈ സീസണിൽ ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ആയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടില്ല. അത്രയ്ക്കും ഏകപക്ഷീയമായ മത്സരമായിരുന്നു PSG ലിവർപൂളിനെതിരെ കാഴ്ചവെച്ചത്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ 70% പൊസഷൻ, പിന്നെ 27 അറ്റംപ്റ്റുകൾ നടത്തി, എന്നിട്ടും ഒറ്റ ഗോൾ പോലും നേടാനായില്ല. ഒരു ഗോളാണെങ്കിൽ ഓഫ് സൈഡായി. അപ്പോൾ വലിയൊരു നിരാശയുണ്ടായിരുന്നു. പിന്നെ അവസാനം ആ ഗോൾ വഴങ്ങി ഒരു ഗോളിന്റെ അഗ്രിഗേറ്റ് ലീഡ് ലിവർപൂളിന് സമ്മാനിച്ചു, വിജയം സമ്മാനിച്ചു. അപ്പോൾ വല്ലാത്തൊരു നിരാശയിലായിരുന്നു PSG. പക്ഷെ ആ നിരാശയെ പൂർണ്ണമായും കഴുകി കളയുന്ന പെർഫോമൻസോട് കൂടിയാണ് ഇപ്പം ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നത്. ഡൊണ്ണാരോമയുടെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്. ഈ ഒരു മത്സരം പെനൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമുക്കറിയാം ഡൊണ്ണാരോമയുടെ ഒരു ലെഗസി അറിയാം. കാരണം യൂറോ കപ്പിലൊക്കെ ഡൊണ്ണാരോമ എന്തൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചെന്നുള്ള പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം പെനൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് തന്നെ ഡൊണാരോമയ്ക്ക് ഉണ്ട്. എന്തായാലും അത് തുറന്നു 2 കിക്കുകൾ സേവ് ചെയ്ത് ഡൊണാരോമ വിജയം നേടിക്കൊടുത്തു PSG എന്നുള്ളതാണ്. കളിയിൽ ഉടനീളം ഡൊണാരോമ ഇല്ലെങ്കിൽ ലിവർപൂൾ വിജയിക്കേണ്ട മത്സരമായിരുന്നു. ഒന്നാന്തര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തര പെർഫോമൻസ്. എത്ര സേവുകൾ! ശരിക്കും ലിവർപൂൾ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ഡൊണാരോമയുടെ മുമ്പിൽ അമ്പയെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ലിവർപൂളിന്റെ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരികയാണ്, ഇപ്പൊ 2ാം ലെഗിലേക്ക് വരികയാണെങ്കിൽ PSG സംബന്ധിച്ച് അവരവരുടെ ലക്ഷ്യം തുടക്കത്തിൽ തന്നെ നേടി എന്നുള്ളതാണ്. കാരണം 12ാം മിനിറ്റിൽ തന്നെ അവർക്ക് ഗോൾ നേടാൻ സാധിച്ചു. ആ ഒരു ഗോളിന്റെ ആ ഒരു ഡെഫിസിറ്റ് അവർക്ക് ഈക്വലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതും ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് തന്നെ ആയിരുന്നു. കൊനാറ്റെ ആ ഒരു ബാർക്കോളയുടെ ക്രോസ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിച്ചില്ല. അപ്പൊ ആലിസനും കൊനാറ്റയും തമ്മിലുള്ള ആ ഒരു കൺഫ്യൂഷൻ മുതലെടുത്ത് കറക്റ്റായിട്ടൊരു ടാപ്പിലൂടെയാണ് ഡെംബെലെ ആ ഒരു ഗോൾ നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഡെംബെലെ കുറേ എഫേർട്ടുകൾ നടത്തിയിരുന്നു, പക്ഷേ ആലിസിനെ മറികടക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒടുവിൽ ഈ 2ാം ലെഗിൽ നിർണായക സന്ദർഭത്തിൽ തന്നെ ഡെംബെലയ്ക്ക് ഗോൾ നേടാൻ സാധിച്ചു. അതോടുകൂടി തന്നെ മത്സരം ഒന്ന് ന്യൂട്രലായി മാറി എന്നുള്ളതാണ്. കാരണം സാധ്യത വീണ്ടും PSG തിരിച്ചു വന്നു. അതും ആൻഫീൽഡ് ലിവർപൂളിന്റെ തട്ടകത്തെ തുടക്കത്തിൽ തന്നെ ഗോൾ നേടി സ്കോർ 1-1 ആക്കാൻ സാധിച്ചു എന്നുള്ളത് PSG ആത്മവിശ്വാസം വലിയ തോതിൽ ഉയർത്തി. ഫസ്റ്റ് ഹാഫിൽ ശരിക്കും PSG ഡൊമിനേറ്റ് ചെയ്തു. PSG ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമുക്ക് തോന്നുന്നത് മിഡ്ഫീൽഡിലെ അവരുടെ ആ ഒരു ഡൊമിനൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ജാവോ നെവസും പിന്നെ വിറ്റീനിയുടെയൊക്കെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഈ ലിവർപൂളിന്റെ ഹൈ പ്രസ്സിങ്ങിനെയൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കൗണ്ടർ ചെയ്യാൻ അവർക്ക് സാധിച്ചു. ഒന്നും ഏഷ്യയില്ല എന്നുള്ളതാണ് വസ്തുത. മെക്കലിസ്റ്ററൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ യാതൊരു രക്ഷയുണ്ടായിരുന്നില്ല. ശരിക്കും ഡൊമിനേറ്റ് ചെയ്ത് മിഡ്ഫീൽഡിൽ അവരുടെ ഒരു ഡൊമിനേഷൻ തന്നെയാണ് PSG ഏറ്റവും മുതൽക്കൂട്ടായി മാറിയത്. ഈ PSG ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഈ സീസണിൽ ഫ്രഞ്ച് ലീഗിലൊക്കെ പരാജയം അറിയാതെ മുന്നോട്ട് പോവുകയാണെന്നൊക്കെ നമുക്കറിയെങ്കിലും പലപ്പോഴും ഇപ്പൊ PSG മത്സരങ്ങളൊന്നും അങ്ങനെ കാണാറില്ല. പ്രത്യേകിച്ച് എംബാപ്പയും കൂടെ പോയതോടുകൂടി അത്രയങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല. വളരെ വിരളമായുള്ള മത്സരങ്ങളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ PSG ഇത്രയും ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളത് ഈ ഒരു മത്സരത്തിൽ നമുക്ക് വ്യക്തമായി. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അത് പ്രകടമായിരുന്നു, ഈ മത്സരത്തിൽ അത് റിസൾട്ടാക്കി. ഇപ്പൊ ലിവർപൂളിനെതിരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 21 ഷോട്ടുകളും 9 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് PSG അടിച്ചത്. ലിവർപൂൾ ആണെങ്കിൽ 19 ഷോട്ടുകളും 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമായിരുന്നു. പിന്നെ പൊസിഷൻ ആണെങ്കിൽ 55% പൊസിഷൻ PSG-ക്കൊപ്പായിരുന്നു. അപ്പം PSG ശരിക്കും അർഹിച്ചൊരു വിജയം തന്നെയാണ്. ഇപ്പം പെനൽറ്റി ഷൂട്ടൗട്ടിന് മുമ്പ് എക്സ്ട്രാ ടൈമിലാണെങ്കിൽ ഡൊമിനേറ്റ് ചെയ്തത് PSG ആയിരുന്നു. അവസാനം ഡെംബെലേക്ക് ഒരു വിന്നർ ഗോൾ നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അത് ആലിസൺ സേവ് ചെയ്തു. ഇപ്പം തുടക്കത്തിലാണെങ്കിൽ ആ ഗോൾ വന്നതിന് ശേഷം തന്നെ ബാർക്കോളയുടെ മറ്റൊരു ചാൻസ് ഉണ്ടായിരുന്നു, അതും ആലിസൺ സേവ് ചെയ്യുകയാണ് ഉണ്ടായത്. സെക്കൻഡ് ഹാഫിൽ പക്ഷേ ലിവർപൂൾ ശരിക്കും തിരിച്ചു വന്നു എന്ന് പറയാം. കാരണം നല്ല രീതിയിൽ തന്നെ തുടരെ അറ്റാക്കുകൾ നടത്തി. പക്ഷേ ഡൊണ്ണാരോമയുടെ ആ ഒരു മാസ്മരിക പ്രകടനത്തിന് മുന്നിൽ ഒന്നും ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ഡൊമിനിക് സോബസ്ലോയ് ഒരു തവണ പന്ത് വലയിൽ എത്തിച്ചു, പക്ഷെ അത് ഓഫ് സൈഡായി. പിന്നെ അതുകൂടാതെ ക്വാൻസയുടെ ഒരു നല്ല ഷോട്ട് ഉണ്ടായിരുന്നു, ഒരു ഹെഡർ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, ഷോട്ടല്ല ഹെഡർ അറ്റംപ്റ്റ്, അത് പക്ഷേ പോസ്റ്റ് തട്ടി. അപ്പോൾ ശരിക്കും ഡൊണ്ണാരോമ ഒരു വിലങ്ങുതടിയായിട്ട് ഒരു വെൺമതിലായിട്ട് അവിടെ നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഡിഫൻസിന്റെ ഭാഗത്തു നിന്നാണ് മെൻഡസിന്റെ ഭാഗത്തു നിന്ന് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. മുഹമ്മദ് സലയെ ശരിക്കും മെൻഡസ് പൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സലയ്ക്ക് ഇപ്പം 2 ലെഗുകളിലുമായിട്ട് ഒറ്റ ഗോളോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റോ ഇല്ല. അതുമാത്രമല്ല സലയ്ക്ക് ഒരു ക്ലിനിക്കലായിട്ട് ഫൈനൽ തേർഡിൽ അങ്ങ് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം മെൻഡസ് കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ പാച്ചോയുടെ പെർഫോമൻസും മാർക്കിന്യോസും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു. PSG ശരിക്കും വളരെ ഇന്റലിജന്റ് ആയി കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അവരുടെ കോച്ച് ലൂയിസ് എൻറിക്കയ്ക്ക് ഒരു വലിയ ഒരു ക്രെഡിറ്റ് തന്നെ കൊടുക്കണം. കാരണം വമ്പൻ താരനിരയൊക്കെ ഉണ്ടായിട്ടും ഇത്രയും ഡൊമിനേറ്റ് ചെയ്ത് കളിക്കുന്നത് PSG നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതും ലിവർപൂൾ ഇത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു സീസണിൽ പ്രീമിയർ ലീഗ് ഏതാണ്ട് ഉറപ്പിച്ചു, തകർപ്പൻ ഫോമിൽ കളിക്കുന്നു. ആകെ ഒരു മത്സരമാണ് അവർ ഈ സീസണിൽ പരാജയപ്പെട്ടത്. അപ്പൊ ആ ഒരു ലിവർപൂളിനെതിരെ ഈ ഒരു ആധിപത്യം അവർക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. 2 ലെഗുകളിലും ആ ഒരു
ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ലെഗിൽ ഒരു ഗോളിന്റെ പരാജയം ഏറ്റുവാങ്ങിയെങ്കിൽ പോലും പെർഫോമൻസിന്റെ ഒരു ടോട്ടൽ ഇത് നോക്കുകയാണെങ്കിൽ ലിവർപൂളിനെതിരെ PSG തന്നെയായിരുന്നു ആധിപത്യം. അപ്പം ലിവർപൂളിനെ സംബന്ധിച്ച് വലിയ നിരാശ തന്നെയാണ്, കാരണം ഈ സീസണിൽ ഒരു ട്രിബിളൊക്കെ അടിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ചാമ്പ്യൻസ് ലീഗിൽ ഈ പരാജയം വന്നിരിക്കുന്നത്. ഇത്തവണ മുഹമ്മദ് സലയ്ക്ക് ഒരു വലിയ യാത്രയപ്പൊക്കെ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ലിവർപൂളിന് ഉണ്ടായിരിക്കും. കാരണം സല മിക്കവാറും ഈ സീസണോട് കൂടി ലിവർപൂൾ വിടും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ഒക്കെ നേടി പോവുക എന്നുള്ള ഒരു സംഭവമായിരുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബലൻഡിയോർ സാധ്യതകളൊക്കെ ഇത് ഒരു പരിധിവരെ ചിലപ്പം ബാധിച്ചേക്കാം. സലയുടെ ആ ഒരു നിരാശ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അവസാനം ആ ഒരു പെനൽറ്റി ഷൂട്ടൗട്ടിന് ശേഷം സലയുടെ ആ ഒരു മുഖഭാവം കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഒന്നും എത്തിയില്ല എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇനി ഇതിലൊരു കാര്യം പറയാനുള്ളത്, ആലിസന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ആലിസൺ ഇപ്പം ഫസ്റ്റ് മത്സരം ശരിക്കും PSG ഒരു വമ്പൻ സ്കോറിന് അല്ലെങ്കിൽ ഒരു വമ്പൻ മാർജിന് വിജയിക്കേണ്ടതായിരുന്നു. പക്ഷെ ആലിസന്റെ അമാനുഷിക പ്രകടനമായിരുന്നു അന്ന് ലിവർപൂളിന് തുണയായത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഇപ്പം രണ്ടാം ലെഗിൽ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടാം ലെഗിൽ ആലിസന്റെ ഭാഗത്ത് നിന്ന് നല്ല സേവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും പെനൽറ്റി ഷൂട്ടൗട്ടിൽ വേണ്ട സമയത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ മികവിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രശ്നം. ആലിസിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് പൊതുവെ പറയുന്നതും അതാണ്. കാരണം പെനൽറ്റി ഷൂട്ടൗട്ട് വരുമ്പോൾ ആലിസിന് വേണ്ടത്ര രീതിയിൽ മികവ് പ്രകടമാക്കാനും സാധിക്കുന്നില്ല. ഒരു ഷോട്ട് പോലും അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ സാധിച്ചില്ല. ആകെ സല മാത്രമാണ് ലിവർപൂളിന്റെ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്തത്. എന്നാൽ 4 കിക്കുകളും കൺവേർട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ PSG സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആലിസിന്റെ ഒരു മെയിൻ പ്രശ്നം അതാണ്. ഡൊണാരുമ്മ വരുമ്പോൾ നേരെ തിരിച്ചാണ്. കാരണം ഡൊണാരുമ്മ അല്ലാതെയും നല്ല പെർഫോമൻസ് ആണ്, പക്ഷേ പെനൽറ്റി ഷൂട്ടൗട്ട് വരുമ്പോൾ ഡൊണാരുമ്മ വേറൊരു ലെവലാണ്. അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്? PSG ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം PSG ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ക്വിച്ചയൊക്കെ നമുക്ക് അറിയാം എത്ര മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ ഡെംബലയുടെ പെർഫോമൻസ് അത് മറന്നുപോയി, അതൊരിക്കൽ കൂടെ പറയുന്നു. ഡെംബല പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇപ്പോൾ 21 ഗോളുകളാണ് ഈ സീസണിൽ PSG വേണ്ടി നേടിയിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് മത്സരത്തിൽ ഫസ്റ്റ് ലെഗിൽ ഡെംബല മാക്സിമം ട്രൈ ചെയ്തിരുന്നു. അപ്പം ഡെംബലയുടെ ഒരു അസിസ്റ്റ് നിന്ന് ഒരു ഗോളൊക്കെ നേടിയെങ്കിലും അത് ക്വിച്ച സ്കോർ ചെയ്തെങ്കിലും അത് ഓഫ് സൈഡായി മാറുകയായിരുന്നു ഫസ്റ്റ് ലെഗിൽ. എന്തായാലും അതിനുള്ള എല്ലാ ആ ഒരു നിരാശയെല്ലാം മറികടക്കുന്ന പ്രകടനം തന്നെയാണ് ഡെംബല കാഴ്ചവെച്ചിരിക്കുന്നത്. ഡെംബല ശരിക്കും കളി കംപ്ലീറ്റ് നിയന്ത്രിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ക്വിച്ചയുടെ ഭാഗത്ത് നിന്നും 1-2 നല്ല ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് ഈ മത്സരത്തെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.